മീശ പരമ്പര ദൈവങ്ങളെ, എന്റെ മീശ കാരണവന്മാരെ, നിങ്ങളുടെ മീശ പോലെ തന്നെ എന്നും എന്റെ ഈ മീശ ഇങ്ങനെ നിൽക്കണം. ഇതിന്നൊരു രോമം പോലും, ഒരു രോമത്തിന് പോലും ഒരു കുഴപ്പം ഉണ്ടാകാതെ കാത്തുകൊള്ളണേ ദൈവമേ. എന്നും നിങ്ങളെങ്ങനെ കണ്ടോണ്ടിരിക്കാൻ എന്താ രസം. ഒരു ചായ കൊണ്ടുപാടി. ഇത് പഞ്ചാബിലുള്ള എന്റെ മാമനാ. നോക്ക്, നല്ല ചായ കേട്ടോ. ഞാൻ വരാൻ പൊക്കും. പിന്നെ പോടി ഓടുന്നു. നിനക്ക് എന്നാ പറ്റിയ? നിനക്ക് എന്നാ പറ്റിയെന്ന് പറ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? പറ. എന്റെ ദൈവം, ഇപ്പോൾ ആവശ്യമില്ലാത്ത എന്തോ പരിപാടി. ഇതാരാ ഇത്? എന്റെ മീശ എവിടെ? എന്റെ മീശ എവിടെ? എന്റെ മീശ പോയി. എന്റെ ദൈവമേ, എന്റെ മീശ പോയി. ഞാൻ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച, ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ച എന്റെ മീശക്ക് എന്ത് പറ്റി? എനിക്കറിയില്ല. സത്യമല്ലടി, നീ എന്റെ മീശ എന്ത് ചെയ്തു? ഞാൻ ഒന്നും ചെയ്തില്ല. ഇന്നലെ രാത്രിയും കൂടെ നിന്റെ കൂടെ ഞാൻ കിടന്നുറങ്ങിയപ്പം ഈ മീശക്ക് ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞാണ്. സത്യം പറ, എന്റെ മീശക്ക് എന്ത് പറ്റി? അയ്യോ, എനിക്ക് വയ്യ. എനിക്ക് അറിയില്ല. എന്റെ മീശ നീ വടിച്ചു. എന്തിന്? നിന്റെ ഈഗോ. ഞാൻ നിന്നേക്കാൾ കൂടുതൽ എന്റെ മീശയെ സ്നേഹിക്കുന്നു എന്ന നിന്റെ ഈഗോ. ആ ഈഗോയാണ് എന്റെ മീശ നീ പഠിച്ചത്. ഏട്ടാ, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാനിപ്പോ എന്ത് ചെയ്യും? എന്റെ ദൈവമേ, മീശയില്ലാതെ എനിക്ക് ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല. കേശവനോട് പോയി. കേശവനെ നിക്കല്ലേ? എന്താ നീ? ദേവൻ പറ്റിപ്പോയി. അയ്യോ, പരസ്യക്കാരൊന്നും പരസ്യം കൊടുക്കില്ല. നാറ്റിക്കല്ലേ? പത്രത്തിലെ പരസ്യമല്ല, പിന്നെ മറ്റേ ARC കരട് നേരില്ലേ, അവരിന്ന് പരസ്യം ഷൂട്ടിയാൻ വരില്ല ഇവിടെ. നമ്മൾ അവരോട് എന്ത് പറയും? ചേച്ചി കരഞ്ഞൂടെ? ആ ARC കരട് കമ്പനിക്കാരില്ലേ, കരട് നെയ്യാര്, അവര് അണ്ണന്റെ മീശയ്ക്ക് 1 ലക്ഷം രൂപയല്ലേ പറഞ്ഞത്. 50,000 നമ്മൾ മേടിച്ചെടുത്തില്ലേ? 50,000 25 ഞാനും 25 അണ്ണനും എടുത്തില്ലേ? എടുത്തായില്ലേ? ഇനി 50,000 തരും ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ ഈ മീശയിലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കരടിനെ ചേട്ടൻ ഈ മീശ വന്നത് അല്ലേ? കരടിനെ തേച്ചിട്ടല്ല ചേട്ടൻ ഈ മീശ വന്നത്. എന്റെ പൊന്നേച്ചി, സാധാരണ പരസ്യങ്ങൾ എങ്ങനെയാണ്? നല്ല മുടിയുള്ള പെണ്ണുങ്ങൾ എന്ന് പറയില്ലേ, ഈ എണ്ണ തേച്ചതുകൊണ്ടാണ് എന്റെ മുടി ഇത്രയും വളർന്നെന്ന് പറയും. ആ എണ്ണ തേച്ചിട്ടാണോ? അല്ല. ഈ കമ്പനിക്കാരെന്ത് ചെയ്യുന്ന അറിയാമോ? ഈ മുടിയുള്ള പെണ്ണുങ്ങൾ അന്വേഷിച്ച് നടക്കും. നല്ല നീളമുള്ള മുടിയുള്ള പെണ്ണെ കൊണ്ടുവന്നിട്ട് പറയും, ഈ എണ്ണ തേച്ചിട്ടാണ് എന്റെ മുടി വളർന്നെന്ന് പറയാൻ പറയും. അതുപോലെ ARC കരടിനെ തേച്ചിട്ടാണ് അണ്ണന്റെ മീശ ഇത്ര ആയെന്നാണ് അണ്ണൻ പറയേണ്ടത്. ഒരു കൊച്ചിറക്കം വന്നിട്ട് പറയും, മാമന്റെ മീശ കണ്ടോ, മാമന്റെ ഇന്ന് പിടിച്ച് വലിക്കും. ഇനി എവിടെ ഇട്ട് വലിക്കും? നമുക്ക് അത് ഒരു കാര്യം ചെയ്താലോ, ഒരു വെബ് മീശ വെച്ചാലോ? ആ കൊച്ചിറക്കം പിടിച്ച് വലിക്കുമ്പോ എന്ത് ചെയ്യുന്നത്? പറഞ്ഞു പോകും. ഇതെങ്ങനെ പോയി ഈ മീശ? എനിക്കറിയില്ല. അത് എലിയല്ലേ? ആഹാ, അപ്പൊ എലി കടിച്ചതാണല്ലേ എന്റെ മീശ. പെണ്ണുങ്ങൾ രാത്രി എന്താ കഴിച്ചത്? കപ്പ പുഴുങ്ങിയതും കുറച്ച് മീൻ ചാറും. ഷൂട്ടിംഗുകാര് വന്ന് എന്തെങ്കിലും ഒരു പരിഹാരം പറ. ഞാനിവിടെ ഷൂട്ടിങ്ങിനുള്ള യൂണിറ്റ് വന്നിട്ടുണ്ട്, ക്യാമറ എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പഴേ വന്നോ? ഇപ്പഴേ വന്നു. നമുക്ക് തുടങ്ങിയേക്കാം. വൈകുന്നേരം വന്നിട്ട് നമുക്ക് നാളെ ഇല്ല, ഇപ്പൊ നല്ല മൂടാണ്, നല്ല ലൈറ്റ്. നമുക്ക് ഇതിലൊക്കെ ചെയ്തേക്കാം. കേശവൻ ചേട്ടൻ ഇല്ല, എവിടെ ഇല്ലേ? കേശവൻ ചേട്ടനോ? മാസ്ക് വെച്ചിട്ട് മനസ്സിലാകുന്നില്ല. അപ്പൊ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങിയേക്കാം. അതായത് നമുക്ക് എന്താണ് ഒരു പ്രത്യേകതരം ചുമപ്പനി, നല്ല ചുമയുള്ളത്. നമ്മൾ അടുത്ത ഇത് വില്ലൻ ചുമയാണ്. വില്ലൻ ചുമ അതാണോ? ചേട്ടനുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ചുമയാണോ? അല്ല, അങ്ങനെ ഒരു ചുമയുണ്ട്. എന്റെ ശരി. എനിക്ക് പെട്ടെന്നൊരു ചുമ. അതെ, ഉണ്ടാക്കി ചുമക്കണ്ട, കണ്ടാ മനസ്സിലാവും. ചേച്ചി, ഇവിടെ അഭിനയിക്കാൻ വേണ്ടി ചേട്ടനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അപ്പൊ ചേട്ടൻ മാത്രം അഭിനയിച്ചാൽ മതി, എല്ലാവരും കൂടി അഭിനയിക്കണ്ട.
ചേട്ടാ മാസ്ക് മാറ്റേ മീശയുടെ മെഷർമെന്റ് ഒന്ന് എടുത്തിട്ട് എനിക്ക് ഫ്രെയിം സെറ്റ് ചെയ്യാനുള്ള അല്ല അത് അത് മാറ്റിയേട്ടാ അത്. ആവശ്യമില്ലെങ്കിൽ സമയം പോകുന്നതാണ്. ഇത് എന്നെ പറഞ്ഞു. ഇത് എന്നെ പറഞ്ഞു. ഇതിപ്പോ എങ്ങനെ ഷൂട്ട് ചെയ്യും? എന്റെ കുഴപ്പമല്ല, കറണ്ട് പോയി. കറണ്ട് പോകുമ്പോഴാണോ ഷേവ് ചെയ്യാൻ നിൽക്കുന്നത്? കറണ്ട് പോയപ്പോ ഷേവ് ചെയ്യുന്നല്ല, എലി കറണ്ട് കൊണ്ട് പോയി. അത് അങ്ങനെ എന്റെ പറ്റിപ്പോയതാണ്. ദൈവം, ഇതപ്പോ എങ്ങനെ ഷൂട്ട് ചെയ്യും? സാറേ ഇത് നമുക്ക് ഒരു മാസം കഴിഞ്ഞ് ഷൂട്ട് ചെയ്താൽ പോരെ? ഒരു മാസം കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാനാ? യൂണിറ്റ് വന്ന് കിടക്കുകയാണ്, അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഒരു പണി ചെയ്തോ, എന്നോടൊന്നും പറയണ്ട. ARC കരട് ഈ കമ്പനിയുടെ ഓണർ വന്നിട്ടുണ്ട്. അദ്ദേഹമായിട്ടാണല്ലോ നിങ്ങൾക്ക് എഗ്രിമെന്റ്. അദ്ദേഹമായിട്ട് സംസാരിച്ചോ. സാറാ വന്നേ. ഇതാണ് നിങ്ങൾക്ക് വലിയ അമ്മയമ്മകളും എന്ത് കഷ്ടമായത്? എന്താ സാറേ? അല്ലെന്ന് ഞാൻ വന്നിറങ്ങിയപ്പോ തൊട്ട് രണ്ട് പൂവാലന്മാര് എന്നെ കമന്റ് അടിക്കുക. ഓ, ഞാൻ പെണ്ണാന്ന് വിചാരിച്ചിട്ടേ. അല്ല, മുടി ഇങ്ങനെ നീണ്ടു വളർന്ന് കിടക്കല്ലേ? നമ്മുടെ കരടി നെയ്ത് വെച്ചിട്ടാണ് എനിക്ക് ഇത്ര മുടി വന്ന കാര്യം അവർക്കറിയില്ലല്ലോ. അതെ അതെ അതെ. ഇതല്ല രസം. ഉച്ചയാകുമ്പോ ഉണ്ടല്ല, ഈ മുടി ഇങ്ങനെ വളർന്ന് 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 ഈ നിലത്ത് കിടന്ന് ഇങ്ങനെ ഇഴയും. ഒറ്റ ദിവസം കൊണ്ട് ആണല്ലേ? സാറേ, ഒരു പറ്റിയിട്ടുണ്ട്. എന്താ? നമ്മള് കേശവൻ ചേട്ടന്റെ മീശ വെച്ചാണല്ലോ ഈ ഷൂട്ട് അതെ, അതെ, ചെയ്യാൻ. അതെ. പക്ഷെ കേശവൻ ചേട്ടന്റെ മീശയുടെ ഒരു ഭാഗം കാണാനില്ല. കാണാനില്ലെന്നാ? ആ. എന്ത് കഷ്ടം. എവിടെ? സാറ് പോയി നോക്കി. അതെ സാറേ, എന്നെ പറ്റിപ്പോയെന്നറിയാമോ? ഈ നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയപ്പോ മിണ്ടരുത്. ആരോട് ചോദിച്ചോണ്ട് എന്റെ മീശ താൻ പഠിച്ചു? അല്ല സാറിന്റെ വിഷയം ഞാൻ പഠിച്ചില്ലല്ലോ. താന്റെ വിശേഷിക്കല്ലേ? അതല്ലെന്ന്, ഇയാളുടെ മുഖത്തിരിക്കുന്ന ഇയാളുടെ ഈ മീശ അതിപ്പോ എന്റെ മീശയാണ്. എഗ്രിമെന്റ് ചെയ്ത് 1 ലക്ഷം രൂപ പറഞ്ഞിട്ട് ഞാൻ 50,000 രൂപ അഡ്വാൻസ് കൊടുത്തില്ലേ? അതെന്താ? അപ്പൊ എന്റെ മീശയല്ലേ? ഇത് ആരോട് ചോദിച്ചോണ്ട് മീശ പഠിച്ചു? മീശ സാറേ, പഠിച്ച് ഒഴിക്കാൻ ഇതിപ്പോ പാടില്ല. പുള്ളി എടുത്ത മനഃപൂർവ്വമായിട്ട് എടുത്തതല്ല. ഉറങ്ങി കിടന്നപ്പോ എലി കരണ്ടോട്ട് പോയതാ. എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ഷൂട്ടിങ്ങിന് പറയാൻ വേണ്ടിയിട്ട് വണ്ടി വന്ന് നടക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവ്. സാറേ നമുക്ക് നഷ്ടപരിഹാരം തരാം. 50,000 തിരിച്ചു തരാം. 50,000 പോരാ, 1 ലക്ഷം കൂടെ എക്സ്ട്രാ വന്നം. എന്താ? യൂണിറ്റ് വണ്ടി കിടക്കല്ലേ, ക്യാമറ വന്നില്ലേ, അവർക്ക് പൈസ കൊടുക്കണ്ടേ? സാറേ ഞാനൊരു ഐഡിയ പറയട്ടെ. ഏതായാലും നിങ്ങളുടെ കരടി നെയ്ക്കുമ്പോഴത്തേക്ക് മീശ വളരുമല്ലോ. അതെ, അതെ. വളരുന്നതിന് മുമ്പും വളർന്നതിന് ശേഷവും ഇങ്ങനെ രണ്ട് സംഭവമാണോ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചത്? അതെ അതെ, അതിന് ഒരാളെ ഞാൻ പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തിന്? 1 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു. മീശ വളരുന്നതിന് മുമ്പാ? അതെ അതെ. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഇത് രണ്ടും ഞാൻ തന്നെ ചെയ്യാം. അങ്ങനെ ഒരു ഷോട്ടില് ആ. മീശ വളരുന്നതിന് മുമ്പ്, ആ, പിന്നെ മീശ വളർന്നതിന് ശേഷം. സാറേ, അതുകൊണ്ടോ? സാറേ 1 ലക്ഷം രൂപ നിങ്ങളുടെ കമ്പനി ലാഭം. അതെ, അതെ, മറ്റേ ആളിന് വേണ്ട. അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്. ഫിക്സ് ചെയ്യാം. അത് ഫിക്സ് ചെയ്ത് എണ്ണുന്നില്ല, കുറച്ച് പൈസ ഇപ്പൊ തന്നെ പിടിച്ചോ. ഒരു സന്തോഷത്തിന് പകുതി പകുതി അപ്പൊ ready ആയിക്കോ. ആ, okay, okay. റെഡി, ഞാൻ റെഡി. അപ്പൊ ശരി, ഷൂട്ടിങ്ങിന് റെഡി ആയിക്കോ. ഞാൻ ready. ബാക്കി ഞാൻ ready. സെറ്റ് ആക്കി ഇടാം. സാറേ ആ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പറ്റി? ഈ നോട്ടിന്റെ ആ, ഒരു സൈഡിൽ മാത്രമേ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. ആ. അടുത്ത സൈഡ് അച്ചാച്ചില്ല. ആണോ? ഇവന്റെ ഒരു സൈഡിലല്ലേ മീശയുള്ളൂ. ഇത് മറ്റേ സൈഡിലും കൂടി മീശ വെച്ചോണ്ട് വരുമ്പോ മറ്റേ സൈഡ് ഞങ്ങൾ അച്ചടിച്ച് തരാം. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? അപ്പൊ ആക്ഷൻ.